മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് അംഗീകരിക്കൽ, അതിനുശേഷം താലൂക്ക് കൗൺസിൽ നിലവിൽ താലൂക്ക് തെരഞ്ഞെടുപ്പ്, ജില്ലാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ്. സംസ്ഥാന കൗൺസിൽ നിലവിൽ വരുന്നത് സെപ്റ്റംബർ 26 ലൈബ്രറി കൗൺസിലിൻ്റെ തുടക്കം. ഇവിടെ ഈ യോഗം വിളിച്ചു ചേർത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുകയാണ്. സംഘാടക സമിതിയും അതോടൊപ്പം തന്നെ വിവിധ സബ് കമ്മിറ്റികൾ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കും. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നതോട് കൂടിയിട്ട് നാം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വിഭാവനം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് അത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ റിപ്പോർട്ടിങ്ങിലൊക്കെ തന്നെ അത് പ്രത്യേകം പരാമർശം. പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. ഒന്ന്, ഗ്രന്ഥാലോകത്തിൻ്റെ എണ്ണം നമുക്ക് കഴിഞ്ഞ നമ്മൾ ഇതിനകം തന്നെ ഇപ്പോൾ നാളെയാണ് വായനാ പുസ്തകം. എല്ലാ സ്കൂളുകളിലെ അധ്യാപകർ അതിന് ചുമതലയുള്ള അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പുസ്തക പരിചയം കുട്ടികൾക്കൊക്കെ എത്തിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൂട്ടി വനിത മുതിർന്നവർ ഇതൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെയാണ് ഹൈസ്കൂൾ വായനാ മത്സരം തുടങ്ങുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ട് എല്ലാ ലൈബ്രറികളിലും ഇതിനകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പുസ്തകത്തിൻ്റെ വില വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നമ്മളിവിടെ വിളിച്ചത്. ലൈബ്രറി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന യോഗം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മളൊരു ധാരണ എത്തിയിരുന്നു. അതിന് സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയതുമാണ്. സംഘാടക സമിതി രൂപീകരണ യോഗം ഇതേ കാലത്ത് തന്നെ വളരെ നല്ല നിലയിൽ നടക്കുകയുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാ ഉപസമിതികളുടെയും യോഗം നമ്മൾ വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് വിവരം. അപ്പോൾ അതൊന്നും പതുക്കെയായി രാവിലെ നേരത്തെയുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമുക്കൊരു പരിപാടി ലഭിക്കുന്ന സാഹചര്യം. നേരത്തെ നമുക്ക് ആ ഒരു അരമണിക്കൂർ സമയമാണ് മുഖ്യമന്ത്രി അനുവദിച്ചത്. ഇപ്പോൾ ആ ഒരു വിഷയമില്ല. രാവിലെ നടക്കുന്ന 2 പരിപാടികളിൽ ആദ്യത്തെ പരിപാടി നമ്മുടെ പരിപാടി എന്ന നിലയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു നേരത്തെ നമ്മൾ ആലോചിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായി ആലോചിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ഇപ്പോൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി, ഒരു 1000-ഓളം ആളുകൾ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന നിലയിൽ ഒരു കോട്ടയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിനുശേഷം കൗൺസിൽ യോഗം ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ നമ്പർ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കണം. കാസർഗോഡാണ് CM പങ്കെടുക്കുന്ന പരിപാടി ശുഷ്കമാകാൻ പാടില്ല.
നേരത്തെയുള്ള സ്ഥിതിയിലാണെങ്കിൽ നമുക്കങ്ങനെ വലിയ ഒരാശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായില്ല. കാരണം ചെറിയ സമയമാണ് നമുക്ക് അനുവദിച്ചിരുന്നത്. ആ സമയത്തിനകത്ത് അത്രയും ചെയ്യാൻ സാധിക്കും എന്നുള്ള നിലയിലാണ് നമ്മൾ ആ പരിപാടി അങ്ങനെ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതല്ല, പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് കൈവശപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ്. നേരത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 15 മുഖ്യമന്ത്രിയുടെ പരിപാടി ലഭിച്ചതിനെ തുടർന്ന് 4 യോഗം ചേരാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. അതുപോലെ തന്നെ സംഘാടക സമിതിയും നേരത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചു. സംഘാടക സമിതി രൂപീകരിച്ചാൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ മാറ്റം. 2-ാം തീയതിയാണ് 15-ാം തീയതി മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം നമ്മുടെ വിഷയത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരം എത്തുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ യാത്ര തന്നെ ടിക്കറ്റെല്ലാം ക്യാൻസൽ ചെയ്തു. പിന്നെ എങ്ങനെയാണെന്നറിയാം, കേരളത്തിലെ വ്യവസായ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ് ലൈബ്രറി കൗൺസിലിന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. 5-ാം ലൈബ്രറി കൗൺസിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാന മന്ദിരം കാസർഗോഡ് സ്ഥാപിക്കാൻ അതിനാവശ്യമായ സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 6-ാം ലൈബ്രറി കൗൺസിൽ നിലവിൽ ശേഷം ആ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി എന്നാണ് അവസാനം മീറ്റിംഗിൽ പറഞ്ഞത്. ആ അർത്ഥത്തിൽ തന്നെ ഒരു വാക്ക് പാലിച്ചു. ഇപ്പോൾ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾ പതിനോടെ പോയി ആ കെട്ടിടം കണ്ടുക. നല്ല സൗകര്യങ്ങളുള്ള, നല്ല ഭംഗിയുള്ള വ്യവസായ പ്രസ്ഥാനത്തിന്റെ പ്രൗഢി ഒന്നുകൂടി വിളിച്ചോളുന്ന ഒരു മനോഹരമായ മന്ദിരമാണ് നമുക്ക് അവിടെ പണിതെടുക്കാൻ സാധിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിയെ തന്നെ ലഭിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് നിരന്തരമായ ശ്രമം നടത്തിയിട്ടാണ് 15-ാം തീയതി ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ലൈബ്രറി കൗൺസിലിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ഓഫീസ് മന്ദിരം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈബ്രറിയുണ്ട്, തൃശ്ശൂർ ചിൽഡ്രൻസ് ലൈബ്രറിയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു സംരംഭമാണ് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ 40 കുട്ടികൾക്ക് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ നഗരത്തിന്റെ പഠനം ഇപ്പോൾ പൂർത്തീകരിച്ചത്. കോഴ്സിനെ സംബന്ധിച്ച് ലൈബ്രറി കൗൺസിൽ ഇതിനിടയിൽ ചില നടത്തി കോഴ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അക്കാദമിക് തലത്തിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായും പറയാൻ പറ്റും. കാരണം ഈ കോഴ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ആകർഷണീയത കുറഞ്ഞു. PSC അപ്രൂവൽ ഉണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളൊക്കെ ഇതുപോലെ ധാരാളം കോഴ്സ്. ഈ കോഴ്സിന് പഴയതുപോലൊരു അട്രാക്ഷൻ ഇല്ല എന്നൊരു വസ്തുതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യാം. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അപ്ഡേറ്റിക്കുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയിക്കുന്നു. 6 മാസം എന്നുള്ളത് കുറച്ചുകൂടി നീട്ടിയാകുന്ന ആലോചന പോലും ഇപ്പോൾ കൗൺസിലിൻ്റെ മുന്നിലുണ്ട്. അത് നമ്മുടെ രണ്ടാമത്തെ വിഷയമാണ്. എന്തായാലും നമുക്ക് ഈ കോഴ്സ് ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം ഇപ്പോൾ നിലവിലുള്ള കോഴ്സിന് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ 1-2 ആൺകുട്ടികൾ വെച്ചാൽ ബാക്കിയെല്ലാം കിട്ടുക. അത് പ്രശ്നം എന്താ വെച്ചാൽ നമ്മളവിടെ ലേഡീസിനും ഗേൾസിനും ബോയ്സിനും ഒരേ അക്ഷരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്ന
പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരണം. നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരണം. നേടണമെശ്വരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം. നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം. നേടണമെന്നും വിശ്വരനിധിയിൽ നിന്നും നാം അറിവിൻ മുത്തുകൾ വാരേണം. പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി. അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്താൽ വായിച്ചങ്ങനെ വളരേണം. നേടണമെന്നും വിജ്ഞാനം വായിച്ചങ്ങനെ വളരേണം. നേടണമെന്നും വിജ്ഞാനം. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം.
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.